സംഗമത്തിൻ്റെ 1ാമത് വാർഷികമാണ് നാം ആഘോഷിക്കുന്നത്. ഒരു വർഷം പിന്നിട്ട നമ്മുടെ സംഗമത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഇനിയും ഊർജ്ജസ്വലമായ രീതിയിൽ നമ്മുടെ സംഗമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആശയപരമായ നിങ്ങളുടെ സംവാദങ്ങളും അകമഴിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയുമാണ് ഈ സദസ്സ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു സദസ്സിൽ എല്ലാവരും എത്തിച്ചേർന്നതിലുള്ള നന്ദി ആദ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ സദസ്സിനെ അള്ളാഹുവിന്റെ കാരുണ്യ കടാക്ഷം വർഷിക്കുമാറാകട്ടെ. അധ്യക്ഷനുൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള കാരണവന്മാരെ, വിവിധ രാജ്യങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ നമ്മുടെ ഈ സംഗമം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വല്ലാത്തൊരവസ്ഥയിലാണ് ഈ ആശംസാ പ്രസംഗം എന്ന് എനിക്കറിയാം. സ്കൂളിൽ അവസാന പീരീഡിൽ കണക്കധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് കയറി വന്നൊരവസ്ഥയിലാണ് ഈ സദസ്സ് എന്ന് ബോധ്യപ്പെടുന്നത്. എങ്കിലും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ അജണ്ടകൾ വളരെ നേരത്തെയാണ് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. കൃത്യമായി 9 മണിക്ക് എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം. പക്ഷേ എല്ലാവരും എത്തിയത് 11നും 12 മണിക്കും ഇടയിലായതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ അജണ്ടകൾ അതിനിടയിലൂടെ ഒന്ന് പൂർത്തീകരിച്ചു പോവുക, ഔദ്യോഗിക പരിപാടികളുടെ നമ്മളുടേതായ തീരുമാനങ്ങൾ ഒന്ന് അംഗീകരിച്ചു പോവുക എന്ന ഉത്തരവാദിത്തമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മനുഷ്യനെ മാത്രമാണ് അല്ലാഹു തആല കുടുംബമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബം എന്നുള്ളത് മനുഷ്യൻ അവന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രത്യേക ആശയമൊന്നുമല്ല. ആദിമ മനുഷ്യൻ തന്നെ, ആദം നബിയെ തന്നെ അല്ലാഹു തആല ഇവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദം നബിക്ക് വസ്ത്രമോ ഭക്ഷണമോ ആഹാരമോ ഒന്നും ആയിരുന്നില്ല നൽകിയത്. ആദം നബിയുടെ കൂടെ ഒരു ഇണയായി, ഒരു സഹചാരിയായി, ജീവിത പങ്കാളിയായി ഹവ്വാ ബീവിയെ കൊടുത്തുകൊണ്ടാണ് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ ആദിമ കുടുംബത്തിനെ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബം എന്നുള്ളത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ടതല്ല. നമ്മളുടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആദ്യമ തുടക്കം തന്നെ കുടുംബമായിട്ടാണ് എന്ന വിശ്വാസമാണ് നാം ഉയർത്തുന്നത്. അത് തന്നെയാണ് ഞാൻ മുറുകെ പിടിക്കുന്ന നമ്മളുടെ ആത്മബോധവും. തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന ഉത്തമ ഉദ്ദേശത്തോടു കൂടി നമ്മൾ നടത്തുന്ന ഈ സംഗമ പരിപാടി വലിയ തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യൻ എല്ലാ തരത്തിലുള്ള അവന്റെ സാഹചര്യങ്ങളും മനുഷ്യന് വേണ്ടിയുള്ള എല്ലാ സൃഷ്ടിപ്പുകളും രൂപീകരിക്കപ്പെട്ടതിനു ശേഷം കുടുംബ ബന്ധം തന്നെ എണീറ്റ് നിന്നു എന്നാണ് ഹദീസ് പറയുന്നത്. കുടുംബ ബന്ധം എണീറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവിനോട് കുടുംബ ബന്ധം ചോദിക്കുകയാണ്. കുടുംബ ബന്ധം അള്ളാഹുവിനോട് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി എന്താണ് അള്ളാഹുവെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. വളരെ ഒരു പ്രസക്തമായ ചോദ്യമാണത്. എനിക്ക് വേണ്ടി എന്താണ് അള്ളാഹുവെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് അള്ളാഹു കൊടുത്ത മറുപടി, നിന്നിലേക്ക് ആരാണോ കൂടുതൽ ബന്ധങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് അവനിൽ എന്റെ കാരുണ്യവും സ്നേഹവും വർഷിച്ചു കൊണ്ടിരിക്കും. നിന്നിൽ നിന്നും ആരാണോ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അവനിൽ എന്റെ കാരുണ്യവും സ്നേഹവും ഇല്ലായ്മ ചെയ്യും. അവൻ ഒരിക്കലും സ്വർഗാവകാശിയല്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള പാതകൾ നമ്മൾ കൃത്യമായി നടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് എല്ലാവിധ തിരക്കുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയും അതിനുവേണ്ടിയ ദൃഢതകൾ, കുടുംബബന്ധത്തിന്റെ ദൃഢതയും സത്യസന്ധതയും പടുത്തുയർത്തുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ളത്. തീർച്ചയായിട്ടും ഈ സംഗമ സംവിധാനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും ഹൃദയം നിറഞ്ഞ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.